ഹായ്, സ്റ്റീഫൻ ലെതർ എഴുതിയ ഒരു നോവലുണ്ട്, ദി ചൈനമാൻ. ഈ നോവലിനെ ബേസ് ചെയ്തുകൊണ്ട് മാർട്ടിൻ ക്യാമ്പൽ ഡയറക്റ്റ് ചെയ്ത് 2017 ഇറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ പടമാണ് ദി ഫോറിനർ. ലെജൻഡറി ആക്ടർ അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ എന്നൊക്കെ നമ്മൾ പറയുന്ന ജാക്കി ചാനാണ് ഈ പടത്തിലെ ഹീറോ എന്ന് പറയുന്നത്. വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു എക്സ് മിലിറ്ററി ഓഫീസർ, വിയറ്റ്നാം യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു സോൾജർ ആയിരുന്നു. അയാളിപ്പോൾ ലണ്ടനിൽ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് നടത്തി സൈഡായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇയാൾക്ക് ടോട്ടൽ 3 കുട്ടികളാണ്, 3 പെൺമക്കളാണ്. 2 കുട്ടികൾ മരിച്ചു പോകും ഇവർ ഈ മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ. ഇയാളുടെ ഭാര്യ ഇയാളുടെ ഈ ചെറിയ ലാസ്റ്റത്തെ പെൺകുട്ടിക്ക് ഡെലിവറി ചെയ്യുന്നതോട് കൂടിയിട്ട് ഇയാളുടെ ഭാര്യയും മരിച്ചു പോകും. അപ്പോൾ ഇയാൾക്ക് ആകെ ഒരു മോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടി വളർന്ന് വലുതായി കോളേജിലൊക്കെ പോയി തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു ദിവസം ഒരു ബോംബ് ബ്ലാസ്റ്റിൽ ഈ പെൺകുട്ടി മരിച്ചു പോകും, ജാക്കി ചാൻ്റെ മോള്. അപ്പോൾ ഈ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയത് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി, IRA. നമ്മൾ കേട്ടിട്ടില്ല, ഈ പീക്കി ബ്ലൈൻഡേഴ്സിലുള്ള നമ്മൾ കേൾക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതല്ലാതെ കുറച്ച് നോട്ടോറിയസ് ആയിട്ടുള്ള ഒരു ടീമാണ് ഇവർ, IRA. ഈ IRA ആണ് ഈ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയതെന്ന് ഇവർക്ക് മനസ്സിലാവും. അങ്ങനെ ജാക്കി ചാൻ എന്ത് ചെയ്യും? ജാക്കി ചാൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ക്വാൻ എന്നാണ്. അപ്പോൾ ഈ ക്വാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡാറ്റാസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും. അപ്പോൾ ഈ അയർലൻഡിൽ അല്ലെങ്കിൽ ഐറിഷ് പൊളിറ്റീഷ്യനായിട്ടുള്ള ഒരു ഹെന്നസി എന്ന് പറയുന്ന ആൾക്ക് ഈ IRA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് ക്വാന് മനസ്സിലാകും. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യും? നേരിട്ട് ഈ പറയുന്ന ഹെന്നിസിൻ്റെ അടുത്ത് പോയിട്ട് ഈ ബോംബ് ബ്ലാസ്റ്റിൽ ആരെല്ലാമാണ് ചെയ്തിട്ടുള്ളത്, എൻ്റെ മകള് നഷ്ടപ്പെട്ടു, എന്നാണ് ഇയാൾക്ക് റിവെഞ്ച് ചെയ്യണം. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കും. സ്വാഭാവികമായിട്ടും അയാൾ പിടിച്ചു വന്നിട്ട് പെട്ടെന്ന് പേര് പറയുമൊന്നുമില്ല, കുറച്ച് ഫൈറ്റും കാര്യങ്ങളെല്ലാം വരും. പിന്നീട് അങ്ങോട്ടേക്ക് ജാക്കി ചാനും ഇവരുടെ ടീമും IRA-യുമായിട്ട് ബന്ധപ്പെട്ട ടീമും തമ്മിലുള്ള ഒരു 1 man ആർമി യുദ്ധം പോലെയാണ് ഇതിന് മുന്നോട്ട് പോകുന്നത്. വലിയ ആക്ഷനും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതിൽ അധികവും ബോംബ് ബ്ലാസ്റ്റ്, അതുപോലെ തന്നെ ഗൺ ഷോട്ടും അമ്മാതിരി പരിപാടികളൊക്കെയാണ്. നമ്മൾ ജാക്കി ചാൻ്റെ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകളിലുള്ള ആ ടൈപ്പ് ഓഫ് ആക്ഷനും കാര്യങ്ങളൊന്നും ഈ പടത്തിൽ കാണാൻ വേണ്ടി പറ്റില്ല. പൊതുവെ ഒരു കൂൾ മൂഡിൽ പോകുന്നൊരു പടമാണ് കേട്ടോ. വലിയ ലൗഡായിട്ടുള്ള പടമൊന്നുമല്ല. വളരെ ഏജ്ഡ് ആയിട്ടുള്ള ജാക്കി ചാൻ, അതിനേക്കാളും തണുത്ത സിനിമയാണിത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചില ബോംബ് പൊട്ടലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വലിയൊരു അടിയൊന്നും പ്രതീക്ഷിക്കേണ്ട. 2 മണിക്കൂറിൽ താഴെയാണ് പടത്തിൻ്റെ ഡ്യൂറേഷൻ. 1 മണിക്കൂർ 40 മിനിറ്റ് മറ്റേ ഉള്ളൂ. കണ്ടിരിക്കാൻ വലിയ ത്രില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നൈസാണ്, മേക്കിംഗ് കാര്യങ്ങളൊക്കെ നൈസാണ്. പക്ഷെ ഒരു കൂൾ മൂഡിൽ പോകുന്ന ഒരു ആക്ഷൻ ത്രില്ലർ പടം. നല്ല ബോംബ് ബ്ലാസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയ ചെറിയ ട്രിക്കും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ജാക്കി ചാൻ ബോംബെല്ലാം ഉണ്ടാക്കുന്നത്. കാണുമ്പോഴത്തേക്കും നമുക്ക് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എല്ലാം വരും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കാണുക. രസമാണ് കാണാനായിട്ട്, ബോറടിക്കില്ല. പക്ഷെ വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ഇതാണ് ദ ഫോറിനർ.